ടെക്നോയുടെ ടെക്നോ സ്പാർക്ക് 20C എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ മുമ്പ് ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്പെസിഫിക്കേഷനൊക്കെ ഏകദേശം കൺഫേംഡ് ആണ് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ ചില സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി ടീസും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ സ്പാർക്ക് 20C എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ടെക്നോ സ്പാർക്ക് 20Cയിൽ 6.6 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ വന്നേക്കാം. അപ്പോൾ ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. പിന്നെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ HD റെസൊല്യൂഷൻ എന്നുള്ളത് ഒരു പ്രശ്നമായിട്ടും പറയാൻ പറ്റില്ല. LCD പാനലായിരിക്കും ഇതിൽ വരിക. പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഡൈനാമിക് പോർട്ട് എന്നുള്ള ഫീച്ചർ ഇതിൽ വരും. ഇത് iPhone 15 സീരീസിലേതുപോലുള്ള ഡൈനാമിക് ഐലൻഡ് എന്നുള്ള ഫീച്ചറാണ്. അതിലേതുപോലെ ആയിരിക്കും നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ തിരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഫോണിൻ്റെ തിക്നെസ് വരിക 8.6 mm ആയിരിക്കും. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G36 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു 4G പ്രോസസ്സറാണ്. പിന്നെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഫോണാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സർ ഓക്കെ ആണ്. പിന്നെ 5G സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. മാക്സിമം 4G സപ്പോർട്ടായിരിക്കും ഇതിൽ വരിക. ഈ ഒരു ഫോണിൽ 8GB റാം വരെയും അതുപോലെ തന്നെ 128GB ഇൻറ്റേർണൽ വരെയും വരുന്നതായിരിക്കും. ആ ഒരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം അതടക്കം 16GB റാം വരെ ഇതിൽ വരുമെന്നുള്ള കാര്യം ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ചിലപ്പം ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം. DTS സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഒരു AI ലെൻസും വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരും. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വന്നേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ February 27 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കാര്യം ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ മുമ്പ് ഫിലിപ്പൈൻസിലൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ 8700 രൂപ പ്രൈസ് റേഞ്ചിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു ഫോൺ ഏകദേശം അതിനടുത്ത് വരുന്നൊരു പ്രൈസ് റേഞ്ചിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. 8000-8500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ് ഈ ഫോൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ടെക്നോയുടെ ടെക്നോ സ്പാർക്ക് 20C എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളേത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.